പാർട്ടി അണികൾ വെറുതെ സമയം കളഞ്ഞ് ബ്രാഞ്ചിലും ജില്ലാ കമ്മിറ്റികളിലും ഒന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ വ്യക്തമാണ് ഈ എന്തുകൊണ്ട് പാർട്ടി തകരുന്നു അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം. നമസ്കാരം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇത്ര കണ്ട് ദയനീയമായി പരാജയപ്പെടാൻ അല്ലെങ്കിൽ LDF പരാജയപ്പെടാൻ കാരണം CPM സാധാരണ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിച്ചു എന്നുള്ളതാണ്. വിശേഷിച്ചും പിണറായി വിജയനും. സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നേതാക്കന്മാർ അതെല്ലാം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് CPM എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ CPM. അപ്പോൾ അതുകൊണ്ട് CPM സാധാരണ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ, അതായത് ക്രൂരമായ ആക്രമണം ആൾക്കാരുടെ പേർക്ക് അഴിച്ചുവിട്ടിട്ട് അത് താൻ നേരിൽ കണ്ട രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ആ ഒറ്റ സംഗതി എടുത്താൽ മതി എങ്ങനെയാണ് സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. ഏതാണ്ട് അതേ സംഗതി തന്നെയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇന്ന് കേരളം മുഴുവൻ ഇന്നിപ്പോൾ ഇളകി മറിഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ED റെയ്ഡ്? അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ അനധികൃതമായി മാസപ്പടി CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. അതായത് കള്ളപ്പണം മുൻ മുഖ്യമന്ത്രിയുടെ മകൾ സ്വീകരിച്ചിരിക്കുന്നു. ഇത് വളരെ ലളിതമായിട്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം എന്ത് സേവനമാണ് CMRL കമ്പനിക്ക് നൽകിയിരിക്കുന്നത്? അത് CMRL കമ്പനി വ്യക്തമാക്കാൻ പരാജയപ്പെട്ടു. ഇൻകം ടാക്സിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ CMRL കമ്പനിക്ക് ഏത് സേവനമാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഉത്തരമില്ലായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു സേവനം നൽകിയെന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം വരിക, അതിന്റെ തെളിവെന്ത്? ആ തെളിവ് ഹാജരാക്കാൻ ഇല്ല എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് CMRL കമ്പനി പറഞ്ഞു തെളിവില്ല എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് ഈ കോടികൾ, ലക്ഷങ്ങളൊന്നുമല്ല, കോടികൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തപ്പെട്ടു? ഉത്തരം വളരെ ലളിതമാണ്. വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് മാത്രം. ഒരു മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയധികം തുക ഒരു കമ്പനി കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്വാഭാവിക നടപടിയല്ല. എന്തെങ്കിലും നേട്ടമുണ്ടാകാതെ, അതിൻ്റെ എത്രയോ ഇരട്ടി നേട്ടമുണ്ടാകാതെ ഒരു കമ്പനിയും അത്തരത്തിൽ പ്രീണിപ്പിക്കാനായി ഒരു രാഷ്ട്രീയ നേതാവിനോ അതല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന വ്യക്തിക്കോ ഉദ്യോഗസ്ഥനോ പോലും കൊടുക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് നമുക്കറിയാം കേരളം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഒരൊറ്റ വിഷയം മാത്രം വ്യക്തമാക്കിയാൽ വീണ വിജയന് അതല്ലെങ്കിൽ കേരളത്തിലെ CPMന് ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരാവുന്നതേ ഉള്ളൂ. അതായത് എന്ത് സേവനമാണ് CMRLന് കൊടുത്തത്? CMRLന് വാങ്ങിയ കോടികൾക്ക് എന്ത് സേവനം കൊടുത്തു? സിമ്പിളായിട്ടുള്ള ചോദ്യമാണത്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കുകയാണ്. മറിച്ച് ഇന്നിപ്പോൾ കേരളം മുഴുവൻ ഇളകി മറിഞ്ഞിരിക്കുന്നു. CPMനെ തകർക്കാനായിട്ട് BJPയും കോൺഗ്രസും കൂടെ ചേർന്നുള്ള പരിപാടിയാണെന്ന് പറയുന്നു. ദില്ലിയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയുടെ തുടർച്ചയാണെന്ന് പറയുന്നു. അവിടെയൊക്കെ അതിൽ പോലും നമ്മളുടെ സാധാരണ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ CPM വെല്ലുവിളിക്കുകയാണ്. കാരണം ഇന്നലെയാണ് കേരള ഹൈക്കോടതി EDക്ക് അനുമതി നൽകിയത്. നിങ്ങൾക്ക് അന്വേഷണം തുടരാം. ഒപ്പം തന്നെ CMRL മറ്റൊരു കാര്യം കോടതിയോട് അഭ്യർത്ഥിച്ചു, അപ്പീൽ കോടതിയിൽ പോകുന്നതിനുള്ള സാവകാശം കിട്ടണം, അതുവരെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന്. പക്ഷേ കേരള ഹൈക്കോടതി അതിനും അനുമതി നൽകിയില്ല. അപ്പോൾ കേരള ഹൈക്കോടതിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇത് അന്വേഷിക്കേണ്ട വിഷയമാണ്, പ്രഥമ ദൃഷ്ടിയ ഇത് അന്വേഷിക്കേണ്ട വിഷയമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ സംശയം തന്നെയാണ് എല്ലാ മലയാളികൾക്കും എല്ലാ മനുഷ്യർക്കുമുള്ള സംഗതി. പക്ഷേ അത് മറച്ചു വെച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇത് കോടതിയുടെ ഒരു ഉത്തരവിനെതിരെയുള്ള പ്രതിഷേധമാണെന്ന് കേരളത്തിൽ നടക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് നമുക്ക് സംസ്ഥാന സർക്കാരിനെയോ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ശരിയാണ്, നമുക്കെല്ലാം അറിയാം കേന്ദ്ര സർക്കാർ EDയെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് പക്ഷെ ഇതൊരു ജനായത്ത സംവിധാനത്തിൽ ഇതൊരു സംവിധാനവും ഇതൊരു സ്ഥാപനവുമാണ്. എന്നാൽ ഇവിടെ ഈ ഒരു കേസിൽ, വീണ വിജയന്റെ കേസിൽ, ഈ EDയുടെ ഈ അന്വേഷണത്തെ നമുക്ക് എങ്ങനെ
രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ കഴിയും. വളരെ വ്യക്തമല്ലേ, ഇത്രയും കോടി റുപ്യ ഈ അക്കൗണ്ടിലേക്ക് വരുന്നു, അതിന് കൊടുത്ത സേവനം എന്ത്? വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഈ ലളിതമായൊരു ചോദ്യത്തിന് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി, ബുദ്ധിജീവിയും, കോവിഡ് ഉണ്ടായപ്പോൾ കോവിഡിനെതിരെയുള്ള പോരാട്ടം തീവ്ര മുതലാളിത്തത്തിനെതിരെയുള്ള വിപ്ലവ ആയുധമാക്കി മാറ്റണം എന്നുവരെ പറഞ്ഞ MA ബേബി അദ്ദേഹവും പറയുന്നു ഇത് ഹീനമായ പ്രവൃത്തിയാണ്. അദ്ദേഹം ദില്ലിയിൽ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തു. പോലീസ് കസ്റ്റഡിയിലാവുമ്പോൾ അദ്ദേഹം വിളിക്കുന്നത് ഇൻകുലാബ് സിന്ദാബാദ്, അതായത് വിപ്ലവം ജയിക്കട്ടെ. ഇതിൽ എവിടെയാണ് വിപ്ലവം ജയിക്കാനുള്ളത്? ഇത് ശരിക്കും പറഞ്ഞാൽ വിപ്ലവം പരാജയപ്പെടുകയല്ലേ? വിപ്ലവം എങ്ങനെ പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് ഈ സംഭവത്തിലൂടെ, അല്ലെങ്കിൽ MA ബേബി ഇവ പോലീസ് കസ്റ്റഡിയിലായ നടപടിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാർ ഈ സമീപകാലത്തെങ്ങും ഇങ്ങനെ പോലീസ് കസ്റ്റഡിയിലായിട്ടില്ല. സീതാറാം യെച്ചൂരിയും അതോടൊപ്പം അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന പ്രകാശ് കാരാട്ടുമൊക്കെ ഒരു കുറച്ച് സമയത്തേക്ക് പോലീസ് പിടിച്ചു വച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ശ്രീനഗറിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് അനുമതി നൽകാതെ അവരെ കുറച്ചു നേരം പിടിച്ചു വെച്ചു എന്നല്ലാതെ ഈ രീതിയിൽ പോലീസ് കസ്റ്റഡിയിൽ അവർ ആയിട്ടില്ല. ഇപ്പോൾ MA ബേബി പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട അഴിമതി കേസ് ED അന്വേഷിക്കാനെത്തി വീട്ടിൽ റെയ്ഡ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് വിപ്ലവം ജയിക്കുന്നതും വിപ്ലവം പരാജയപ്പെടുന്നതും. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഇത് CPM-ന്റെ തകർച്ചയുടെ ഒരു ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. 1939 ഒക്ടോബർ 13 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു സുപ്രധാന ദിവസമാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന ഗ്രാമത്തിൽ നിന്നാണ് 1939 ഒക്ടോബർ 13 P. കൃഷ്ണപിള്ള, EMS, K. ദാമോദരൻ തുടങ്ങിയവർ ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ജന്മം നൽകുന്നത്. അതായത് മൂലധന ശക്തിക്കെതിരെ വർഗസമരം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം. ഇന്ന് 2026 മെയ് 27 ഇന്ന് അവിടെ അതേ പിണറായിയിലുള്ള പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയന്റെ വീട് ED റെയ്ഡ് ചെയ്യുമ്പോൾ അനധികൃതമായി സമ്പാദിച്ചു എന്ന് പറയുന്ന മൂലധനത്തെ കുറിച്ചിട്ട്, മൂലധന ശക്തികളുമായി ചേർന്ന് യാതൊരു സേവനവും നൽകാതെ മൂലധനത്തിന്റെ പങ്കുപറ്റിയതിന്റെ പേരിൽ അവിടെ പിണറായിയിലേക്ക് EDയുടെ അന്വേഷണം ചെല്ലുന്നു. നോക്കൂ, ചരിത്രത്തിന്റെ ഒരു വിചിത്രമായ മുഖം നോക്കൂ. പിണറായിയിൽ തുടങ്ങി പിണറായിയിൽ തന്നെ ആ പാർട്ടി അവസാനിക്കുന്നതിന്റെ ചിത്രവും കൂടിയാണ് നാം കാണുന്നത്. ശരിയാണ്, ധാരാളം പേർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്നുണ്ട്. ഇപ്പോഴും CPM എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിതമായ ഒരു രാഷ്ട്രീയ ശക്തിയാണ്. അത് നശിച്ചു പോകുന്നതും അപകടമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും അതിൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. ആ അടിത്തറ ഇളകിയതിൻ്റെ ലക്ഷണമാണ് കേരളത്തിൽ LDF ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയതിനേക്കാൾ ഏറ്റവും ഗുരുതരമായ വിഷയമാണ് എന്തുകൊണ്ട് ധർമ്മടത്ത് പിണറായി വിജയൻ 6 റൗണ്ടിൽ പിന്നിൽ പോയി. പയ്യന്നൂരിൽ എന്തുകൊണ്ട് പാർട്ടി പുറത്താക്കിയ V. കുഞ്ഞികൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്തുകൊണ്ട് പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടയായ ആലപ്പുഴയിൽ G. സുധാകരൻ അതിഗംഭീരമായ ഭൂരിപക്ഷത്തോട് വിജയിച്ചു. ഒന്ന് ആലോചിക്കണം, കണ്ണൂരും ആലപ്പുഴയും. കണ്ണൂരിൽ പാർട്ടി ജന്മം കൊണ്ടുവെങ്കിൽ പുന്നപ്ര വയലാറിലൂടെയാണ് പാർട്ടി ആരോഗ്യത്തിലേക്കും ശക്തി പ്രാപിക്കുന്നത്. ഈ 2 സ്ഥലങ്ങളിലും പാർട്ടിയുടെ അടിത്തറ ഇളകിയ ചിത്രമാണ് നാം കാണുന്നത്. അതെന്തുകൊണ്ട് ഇളകി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് ED ഈ 10 ഇടങ്ങളിൽ, പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെയുള്ള 10 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിലൂടെ നാം കാണുന്നത്. വേറെ എങ്ങും ഇതിന് ഉത്തരം തേടേണ്ട ആവശ്യമില്ല. പാർട്ടി അണികൾ വെറുതെ സമയം കളഞ്ഞ് ബ്രാഞ്ചിലും ജില്ലാ കമ്മിറ്റികളിലും ഒന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ വ്യക്തമാണ് ഈ എന്തുകൊണ്ട് പാർട്ടി തകരുന്നു അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം.